രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ ഒഴിവാക്കാതെ പഠിക്കേണ്ട ഒരാളാണ് ഇവൻ എന്ന് പറയുന്നത്. വെറുതെ ഒഴിവാക്കേണ്ടടാ, അത്രയും സിമ്പിൾ ആയിട്ടുള്ളതാണ്, എന്നാലാണെങ്കിലോ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമാണ് കേട്ടോ. നോക്കിയേ, എ സ്ക്വയർ ഡ്രോൺ വിത്ത് വേർട്ടിസസ് ഓൺ എ സർക്കിൾ, മൂലകളെല്ലാം ഒരു വൃത്തത്തിലായി വരച്ച സമചതുരം. ഈ സമചതുരത്തിൽ ഒരു കണ്ണും പൂട്ടി ഒരു കുത്തിടാണെങ്കിൽ ഈ സമചതുരത്തിന് ഉള്ളിൽ വീഴാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചത്. അപ്പൊ ഇങ്ങനത്തെ ഫിഗേഴ്സ് കണ്ടാൽ നിങ്ങൾ രണ്ട് രീതിയിലാണല്ലേ നിങ്ങൾ ചെയ്യുക. ഒന്നാമത്തേത് പറഞ്ഞാൽ ഈ ഫിഗറിന് ഈക്വൽ ആയിട്ടുള്ള പാർട്ടാക്കി മാറ്റും. ആ പാർട്ടിൽ എത്ര പാർട്ടാണ് നമുക്ക് ഈ ഒരു ചതുരം വരുന്നത് നോക്കൂലേ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഇതിനെ ഈക്വൽ ആയിട്ടുള്ള പാർട്ടാക്കാൻ നമുക്ക് കഴിയില്ല, ഇല്ലല്ലോ. നമുക്ക് എന്ത് ചെയ്യണം? അതിന് രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് നമ്മൾ ഏരിയ വെച്ചാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഈ പച്ച സമചതുരത്തിലാണ് വീഴേണ്ടത് അല്ലേ. അപ്പൊ ഏരിയ ഓഫ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് മൊത്തത്തിൽ ആരാ ഉള്ളത്? സർക്കിൾ ആയിരിക്കും ഇതിന്റെ ആൻസർ. ഇത്ര പോരാ അല്ലേ, നമുക്ക് ചെയ്യണം. എങ്ങനെയായിരിക്കും ഇവിടെ ചെയ്യുക? സിമ്പിൾ ആണ്. നമ്മൾ നടുവിൽ നമ്മൾ സെന്റർ മാർക്ക് ചെയ്യുന്നു. സെന്റർ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഇവിടേക്കൊരു ലൈന് വരയ്ക്കുകയാണ്. നോക്ക്, ഇങ്ങനെ ഒരു ലൈന് വരയ്ക്കുകയാണ്. അതെന്തായിരിക്കും? ഈ സർക്കിളിന്റെ റേഡിയസ് ആണ് അല്ലേ. ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്, ഒരു മാറ്റവും ഇല്ല. ഇനി നോക്കിയേ, ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു ലൈന് വരയ്ക്കുന്നു. ഇതും എന്താണ്? സർക്കിളിന്റെ റേഡിയസ് ആണ്. അപ്പം മക്കളെ നിങ്ങൾ ആലോചിച്ചോ, ഈ സ്ക്വയറിന്റെ ഏരിയ കാണാൻ എങ്ങനെയാ അറിയോ? സ്ക്വയറിന്റെ ഏരിയ ഈ സ്ക്വയറിന്റെ ഡയഗ്നലും ആണ് ഇവന്. അതുപോലെ ഇവിടുന്ന് ഇവിടം വരെ സർക്കിളിന്റെ റേഡിയസ്, ഇവിടുന്ന് ഇവിടം വരെ സർക്കിളിന്റെ റേഡിയസ്. അപ്പൊ റേഡിയസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് നോക്ക്, ഇത് നോക്ക്, ഈ സ്ക്വയറിന്റെ ഡയഗ്നൽ കൂടിയാണ് അവൻ എന്ന് പറയുന്നത്. അപ്പൊ സ്ക്വയറിന്റെ ഡയഗ്നൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ ഏരിയ കാണാറിയോ? ഹാഫ് ഡി സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ ഡയഗ്നൽ അറിയാമെങ്കിൽ ഹാഫ് ഡി സ്ക്വയർ ആണ് സ്ക്വയറിന്റെ എന്ത് കാണാനുള്ള, ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഹാഫ് ഡി സ്ക്വയർ ആണ്. ഹാഫ് ഡി സ്ക്വയറിൽ ഈ ഡി എന്താടാ? ഈ ഡയഗ്നൽ ആണ്. ഈ ഡയഗ്നൽ രണ്ട് ആറുകൾ റേഡിയസ് കൂടുമ്പോഴാണ് ഡയഗ്നൽ ആവുന്നത്. അപ്പൊ ഇവിടെ ഒരു ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? ആർ പ്ലസ് ആറ്, 2r ആയിരിക്കും നമ്മളുടെ ഡി എന്ന് പറയുന്നത് അല്ലെ. 2r ആയിരിക്കും ഡി എന്ന് പറയുന്നത്. അതായത് 2r സ്ക്വയർ 1/2 ഇൻറ്റു 2r സ്ക്വയർ, അതായത് 1/2 ഇൻറ്റു 4r സ്ക്വയർ ആയിരിക്കും. 4/2 എത്രയാടാ? 2 ആണ് അല്ലേ. അതായത് 2r സ്ക്വയർ ആയിരിക്കും എന്ത്? ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത്. 2r സ്ക്വയർ ഡിവൈഡഡ് ബൈ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയടാ, ഈ ഒരു സർക്കിളിന്റെ റേഡിയസ് എത്രയായിരിക്കും? ഇതിന്റെ റേഡിയസ് 6 ആണെങ്കിൽ സർക്കിളിന്റെ റേഡിയസ് അല്ല, ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? πr സ്ക്വയർ തന്നെയാണ് അല്ലേ. ഈ ആർ സ്ക്വയർ ഞാൻ കട്ട് ചെയ്യുന്നു. 2/π ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സിമ്പിൾ അല്ലേ കാര്യം? അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഇത് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വെറുതെ വിടണ്ട, ഇപ്പൊ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തോ. ആൻഡ് ഓക്കെ ആണ്, സെറ്റാണ്. ഇനിയും വീഡിയോസ് വേണം എന്നുള്ളവരാണെങ്കിൽ പ്രഡിക്ഷന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് തരും? ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരും.